കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA ദ്വിദിന ജില്ലാ പഠന ക്യാമ്പിന് തുടക്കമായി. കണ്ണൂർ ശിക്ഷക് സദനിൽ മുൻ രാജ്യസഭാ എംപിയും CPIM ജില്ലാ സെക്രട്ടറിയുമായ KK രാഗേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സബ് ജില്ലാ തലം മുതലുള്ള ഭാരവാഹികളും ജില്ലാ നേതാക്കളുമാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഒരു അധ്യാപക സംഘടന എന്ന നിലയിൽ നിലവിലെ സാമൂഹ്യ സാഹചര്യങ്ങളെ പരിശോധിക്കുകയും ശാസ്ത്രീയമായ പ്രവർത്തന പദ്ധതികൾ കൂട്ടായ ചർച്ചയിലൂടെ തയ്യാറാക്കുകയുമാണ് ദ്വിദിന പഠന ക്യാമ്പിന്റെ ലക്ഷ്യം. സംഘടന, സംഘാടനം, സാംസ്കാരിക രംഗം, നവകേരള നിർമ്മിതിയും സ്ത്രീ ശാക്തീകരണവും, സാമ്പത്തിക രംഗം തുടങ്ങി വിവിധ വിഷയങ്ങളിലാണ് ക്യാമ്പിൽ ക്ലാസുകളും ചർച്ചയും നടക്കുക. ഈ ഇസ്ലാമിക രാഷ്ട്രമായി മാറിയിടങ്ങളിൽ പോലും വിശ്വാസികൾ, ഇസ്ലാം മത വിശ്വാസികൾ അതിനെതിരായിട്ടാണുള്ളത്. താലിബാൻ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു. ആ താലിബാനെതിരായിട്ട് ഏറ്റവും ശക്തമായ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് ഇസ്ലാം മത വിശ്വാസികളായിരുന്നു. എന്താ കാഴ്ചപ്പാട്? മതവിശ്വാസം എന്ന് പറയുന്ന ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ട് കാര്യമാണ്. അത് ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായി ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതിനെതിരായിട്ട് സ്ത്രീകളും മതവിശ്വാസികളും, പ്രത്യേകിച്ച് സ്ത്രീകളാണ് അതിശക്തമായ രംഗത്തിറങ്ങി. ഇപ്പോഴും മഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മതവിശ്വാസികൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലും ഇസ്ലാമിക രാഷ്ട്രമല്ല നിലവിലുള്ള ജനാധിപത്യ രാജ്യങ്ങളാണ്. പ്രൊഫസർ MA സിദ്ദിഖ്, VS ബിന്ദു, അമൽ രവി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിക്കും. ഉദ്ഘാടന ചടങ്ങിന് KSTA ജില്ലാ പ്രസിഡന്റ് K പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന ജില്ലാ നേതാക്കളായ AK ബീന, K രഞ്ജിത്ത്, PR സ്മിജ, KC സുധീർ, T രജില, KC സുനിൽ, VV വിനോദ് കുമാർ, PV സുരേന്ദ്രൻ, KP മനോജ് കുമാർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ചർച്ചയും അവതരണവും നടന്നു. ക്യാമ്പ് നാളെ സമാപിക്കും. സിറ്റി ന്യൂസ്, കണ്ണൂർ.